സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കെ സുധാകരനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിനിധികളുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തും. ഡൽഹിക്ക് വിളിപ്പിച്ചത് താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ്. ഈ ദിവസം രാത്രി 10:30 കെ സുധാകരന് ഇന്ന് രാവിലെ അടിയന്തരമായി ഡൽഹിയിലെത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണ് രാവിലെ 6 മണിക്ക് ശേഷമുള്ള കണ്ണൂർ ഫ്ലൈറ്റിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. കൃത്യമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നേരത്തെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ തന്നെ പങ്കുവച്ചതാണ്. അതായത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അതിനോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് അനുനയ നീക്കത്തിന്റെ ഭാഗമായി പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫർ മുമ്പോട്ട് വെച്ചത്. ആ ഓഫർ KPCCയുടെ അധ്യക്ഷ പദവി അദ്ദേഹത്തിന് തിരികെ നൽകാമെന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് മല്ലികാർജ്ജുന ഖാർഗെ തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ദേശീയ നേതൃത്വം നടത്തും, കെ സുധാകരനെ കൃത്യമായ ഒരു പരിഗണന നേതൃതലത്തിൽ പാർട്ടി തലത്തിൽ ഉറപ്പാക്കുമെന്ന് വാക്കുകൊടുത്തത്. അതിനുശേഷം ഡൽഹിയിലേക്ക് 25-ാം തീയതിക്ക് മുമ്പ് വിളിപ്പിക്കുമെന്ന സൂചനകളായിരുന്നു ആദ്യം പുറത്തു വന്നതെങ്കിൽ അത് 2 ദിവസം കൂടി വൈകി എന്നതാണ് എടുത്തു പറയേണ്ടത്. തുടർന്ന് ഇന്നലെ രാത്രി 10:30 ഇന്ന് രാവിലെ അടിയന്തരമായി ഡൽഹിയിൽ എത്താനുള്ള നിർദ്ദേശം നൽകിയത്. പാർലമെന്റിൽ ചില കാര്യങ്ങളുണ്ട്, ഔദ്യോഗികമായ ചില കാര്യങ്ങളുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും മറ്റ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി താരപ്രചാരകരുടെ 40 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച കെ സുധാകരൻ പാർട്ടിയുടെ നേതൃതലത്തിൽ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.